വെൽക്കം ടു കണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇതാ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഇതാ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം തിരക്കായിരുന്നു. നമ്മുടെ എണ്ണകൾക്കൊക്കെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കലും അയക്കലും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയി പോയിട്ടോ. അപ്പോൾ നമുക്ക് എണ്ണകളുടെ ഓർഡറിന് മെസ്സേജ് വന്നപ്പോൾ അതിൽ ഒത്തിരി പേര് ചോദിച്ചു, ചേച്ചി ഫ്രഷ് ആയിട്ടാണോ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അതായത് ഇലകളാണോ പൊടികളാണോ, എങ്ങനെയാണ് അടുപ്പിൽ, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്തായാലും നമുക്ക് ക്ലിയർ ആക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ എണ്ണയൊക്കെ നമ്മൾ ഉണ്ടാക്കി കാണിച്ചും ഒക്കെ തന്നിട്ടുണ്ടല്ലേ നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഈ നമ്മൾ അടുത്ത എണ്ണതായി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കയ്യുണ്ണി എന്നൊക്കെ പറയില്ല, അതിൻ്റെ എണ്ണയാണ് കേട്ടോ. നമ്മുടെ ബൃങ്കരാജ്, അതെ, മുടിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് സംഭവമാണ് മുടി വളരാനായിട്ട്. അപ്പോൾ അതിൻ്റെ എണ്ണ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ക്ലിയർ ആയി കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതാ കുറച്ച് കയ്യുണ്ണി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുക്കുന്നില്ല, കാരണം ഇപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ. അതിലേക്കുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാച്ചായിട്ട് അടുത്ത നെക്സ്റ്റ് ബാച്ചിലേക്ക് അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ആക്കി വെച്ചേക്കാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ. ഇടയ്ക്ക് വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ അതിൻ്റെ വേരില്ലേ, അത് ഭയങ്കര ഇച്ചിരി ഹാർഡും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് കളയണം. വേര് കളഞ്ഞിട്ട് ബാക്കി, അതായത് കറക്റ്റ് വേരിൻ്റെ അവിടെ മാത്രമേ കട്ട് ചെയ്യണുള്ളൂ, ബാക്കി എല്ലാ ഭാഗവും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതിന് വാഷ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മി. അപ്പോൾ ബ്രഹ്മിയും കുറച്ചെടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 1/2 കിലോളൊക്കെ ബ്രഹ്മി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറ്റാർവാഴ വേണം. ബ്രഹ്മിയിൽ കാര്യമായിട്ട് ഒന്നും പോകാനില്ല, ഒന്നും കളയാനില്ല, നമ്മൾ നല്ലപോലെ കഴുകി അങ്ങ് എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്ക. അപ്പോൾ നെല്ലിക്കയൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്, പൊടിയൊന്നല്ല ചേർക്കുന്നത്. ഇനി നെല്ലിക്കയുടെ കുരു കളഞ്ഞിട്ട് നമ്മളത് അത് മാത്രമാക്കി എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ എണ്ണ കാച്ചാനായിട്ട്. പിന്നെ വെളിച്ചെണ്ണയും കൂടി വേണം കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വീഡിയോയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയും ഇത് ഇത്ര ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടും കൂടി മാനേജ് ചെയ്യാനായിട്ട് കേട്ടോ. ചില തമ്മിൽ നമ്മുടെ മൈൻഡിൽ നിന്ന് അത് വിട്ടുപോകും, അയ്യോ വീഡിയോ ഉണ്ടല്ലോ എന്നുള്ളത് ചില സമയത്ത് വിട്ടു. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് എന്നെ അറിയുന്നവരാണല്ലോ, അപ്പോൾ ഒന്ന് എന്തായാലും ക്ഷമിച്ചേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യുണ്ണത്തിന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതൊരു 3-4 പ്രാവശ്യമൊക്കെ നല്ലപോലെ വാഷ് ചെയ്താലാണ് അതിൻ്റെ മണ്ണും, അതായത് നല്ലപോലെ ചെളിയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് നന്നായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വാഷ് ചെയ്തൊരു 4-5 പ്രാവശ്യമൊക്കെ എടുക്കണം. പിന്നെ അതിനകത്ത് നമ്മളിത് പറിക്കുമ്പോൾ ചില പുല്ലും ഒക്കെ കയറി വരും. ഒബ്വിയസ്ലി നമ്മൾ പറിക്കുമ്പോൾ അത് മാത്രമല്ലല്ലോ നോക്കുക, അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞു പുല്ലുകളൊക്കെ വരും. അപ്പോൾ നമ്മളെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്, കറ്റാർവാഴയും എല്ലാം. നെല്ലിക്ക അതേമാതിരി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക പെട്ടെന്ന് തന്നെ ഒത്തിരി നേരം ഇരിക്കുമ്പോഴേക്കും അതിന് കളർ ചേഞ്ച് വരും കേട്ടോ, അതാണ് ആ കളർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കയ്യുണ്ണത്തിന് കുഞ്ഞു കഷ്ണങ്ങളാക്കുകയാണ്. നമ്മൾ നീരായിട്ടല്ല എടുക്കണം, മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ ഈ കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നത്. അപ്പോൾ നീരായിട്ടല്ല എടുക്കണേ, അരച്ച് അത് അങ്ങനെ തന്നെ ചേർക്കുകയാണ്. അതിൻ്റെ ഒന്നും കളയുന്നില്ല, അത് കംപ്ലീറ്റ് നമ്മുടെ എണ്ണയിലേക്ക് കിട്ടാൻ വേണ്ടി അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പച്ച കളറിൽ കണ്ടത് നമ്മുടെ ബ്രഹ്മിയും കറ്റാർവാഴയും നെല്ലിക്കയും കൂടി അരച്ച് വെച്ചേക്കുന്നത്, ഇത് നമ്മുടെ കയ്യുണ്ണി കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് നമ്മുടെ ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 3 കിലോളം എണ്ണ, വെളിച്ചെണ്ണ, അത് നല്ല നാടൻ വെളിച്ചെണ്ണ കേട്ടോ, നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ മേടിക്കുന്നത്. ഭയങ്കര പ്യുവറാണ്. നമ്മൾ ആഹാരം ഉണ്ടാക്കാനും അതിനുമൊക്കെ നമ്മൾ അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആ വെളിച്ചെണ്ണ തന്നെയാണ്, നല്ല വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് മേടിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പ്രത്യേകിച്ച് ഹെയറിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല എണ്ണ തന്നെ ഉപയോഗിക്കാം. അതായത് ബാക്കി നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പറഞ്ഞാൽ ഒരുപാട് കെമിക്കലും കാര്യങ്ങളൊക്കെ ഇത് ഉള്ളതായിരിക്കും. അപ്പോൾ ചക്കിലാട്ടിയ എണ്ണ തന്നെ ആകുമ്പോൾ നല്ല പ്യുവറായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് കയ്യുണ്ണി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ബ്രഹ്മിയും കറ്റാർവാഴയും നെല്ലിക്കയും കൂടി അരച്ച് വെച്ചേക്കുന്നതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഇത് രണ്ടായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ട് വരണം. നമ്മുടെ ഉരുളി മാത്രമേ ചൂടായിട്ടുള്ളൂ. വെളിച്ചെണ്ണയും കൂടി ചൂടാകുമ്പോഴാണ് എത്ര നമ്മൾ ഇളക്കിയാലും അതൊന്ന് ജോയിൻ ആവാത്ത പോലെ നമുക്ക് തോന്നും കേട്ടോ. നമ്മൾ കുറേശ്ശെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചെറു തീയിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് കൊണ്ട് എണ്ണ റെഡി ആയെന്ന് വിചാരിക്കേണ്ട. ഏകദേശം ഒരു 3-4 മണിക്കൂറത്തെ ഈ ഉണ്ടാക്കുന്ന ഇതേമാതിരി ചെറു തീയിലിട്ട് ഉണ്ടാക്കുന്ന ഒരു 3-5 മണിക്കൂറത്തെ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ജോയിനായി തുടങ്ങി. ഇപ്പോൾ ഇതെല്ലാം പൊന്തിയ കിടക്കുന്നത്. ഇനി ഇതെല്ലാം താന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. പിന്നെ ഇതിനകത്ത് വെള്ളമൊക്കെ ഇങ്ങനെ ആവിയായിട്ട് പോകുന്നതും അതേമാതിരി അങ്ങനെ പടപടാന്ന് പൊട്ടിത്തെറിക്കുന്നതൊക്കെ കാണാം കേട്ടോ. എല്ലാം ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇതിലും കൂടുതൽ ടൈമാണ് നമ്മൾ നമ്മുടെ കരിഞ്ജീരകം എണ്ണയ്ക്ക്, അത് കുറച്ചും കൂടി ഇതിനും എന്താ പറയുക കൂടുതൽ പണികളുണ്ട് നമുക്ക്. കാരണം തേങ്ങാപ്പാലാക്കി എടുക്കണം, പിന്നെ ഇതിലും കുറേ നേരം ഈ സംഭവം ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് കുറച്ചും കൂടി അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് കയ്യുണ്ണത്തിൻ്റെ എണ്ണ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തള ചെറുതായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഇനി തിളച്ചങ്ങ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ നല്ല കണ്ടിന്യൂസ് ആയിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിട്ടിട്ട് വേറെ പണിക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കണ്ട ചെറുതീയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അല്ലാതെ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ന് വെച്ചാൽ അതിൻ്റേതായ ഗുണങ്ങളും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. എണ്ണയിലേക്ക് ഇറങ്ങിയ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറുതീയിലാവുമ്പോൾ ഇതിങ്ങനെ കിടന്ന് അതിലേക്ക് ഇതെല്ലാം ഇറങ്ങി നല്ല നമുക്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടായാലും നമുക്ക് ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെങ്കിൽ എന്തായാലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇത്തിരി എന്താ പറയുക എന്തൊരു കാര്യമായാലും ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറേ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയില്ല. അതേപോലെ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ചധികം നേരം നമ്മൾ ചൂടൊക്കെ സഹിച്ച് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കണ്ടത് അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല തിള വരുമ്പോഴാണ് ഈ ഒരു സ്റ്റേജ്, ഇപ്പോൾ ഇതിൻ്റെ ഒരു അരഭാഗമൊക്കെ ഒരു ഹാഫ് ആയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പം ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നമ്മുടെ ഇതിലെ ഉലുവ നമ്മൾ വളരെ നൈസായിട്ടൊന്നല്ല പൊടിക്കണം, ജസ്റ്റ് ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. തരിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ നൈസായിട്ടുള്ള പൊടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണ ഇറക്കുന്ന ഒരു പരിവുണ്ട്, അതിന് തൊട്ട് മുമ്പ് ചേർത്തിട്ട്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അതാണ് കേട്ടോ വളരെ നൈസാണെങ്കിൽ. ഇതെന്ന് പറഞ്ഞാൽ ക്രഷായിട്ട് തന്നെയാണ് നമ്മൾ ഇടുന്നത്. കാരണം പൊടിയേക്കാളും നല്ലത് ഇങ്ങനെ ഇടുമ്പോൾ ഈ ഉലുവയുടെ ഒരു അതിൻ്റെ ഇതുകളും കാര്യങ്ങളൊക്കെ ഈ എണ്ണയിലേക്ക് നല്ല പോലെ അങ്ങ് ഇറങ്ങും. അപ്പോൾ ഉലുവയൊക്കെ പിന്നെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണെന്നറിയാലോ. ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര വലിയ ബബിളിൽ തിളച്ചുകൊണ്ടിരുന്നത് മാറി ചെറിയ ഇതായിട്ട്, അതായത് ആ ഒരു സിംറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞതാണ്. അതായത് നമ്മൾ ഈ അരച്ച സാധനങ്ങളും പച്ചിലയും ഒക്കെ ആകുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഒത്തിരി ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറഞ്ഞ് വന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ എണ്ണയുടെ പാകം എന്ന് പറയുമ്പോൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നല്ല തരി മണൽത്തരി പോലെ ഇരിക്കണം, അതാണ് പാകം. അപ്പോൾ അതായിട്ടുണ്ട്, നമ്മൾ എണ്ണ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 ദിവസം ഈ എണ്ണയിൽ ഇത് ഇങ്ങനെ ഇരുന്നതിന് ശേഷം മാത്രമാണ് നമ്മളിത് പിഴിഞ്ഞെടുത്ത്, അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എണ്ണയും കയ്യുണ്ണത്തിൻ്റെ എണ്ണയും കരിഞ്ജീരകത്തിൻ്റെ എണ്ണയൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ. അതിനുവേണ്ട നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ.